സോ ഹായ് എവരിവൺ, വെൽക്കം ടു അഡ്രിനാലെ. ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിയോഡനാണ്. ഷോർട്ട് നോട്ടും അതുപോലെ ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. സോ ആസ് വി നോ, ഡിയോഡനം ഈസ് ദ ഫസ്റ്റ്, ഷോർട്ടസ്റ്റ്, വൈഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫിക്സഡ് പാർട്ട് ഓഫ് ദി സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. മോസ്റ്റ് ഫിക്സഡ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? റിട്രോപെരിറ്റോണിയലോ മോസ്റ്റ് പാർട്ടും റിട്രോപെരിറ്റോണിയലാണ്. അതാണ് മോസ്റ്റ് ഫിക്സഡ് പാർട്ട് എന്ന് പറയാനുള്ള കാരണം. സോ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ആസ് വി നോ ഇറ്റ് ഈസ് സി ഷേപ്ഡ് ലൂപ്പ് ഓഫ് ദി സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഒരു സി ഷേപ്പാണ് അല്ലേ? കറക്റ്റ് പറയുകയാണെങ്കിൽ സി ഷേപ്പാണ്. കോൺകേവിറ്റി ഓഫ് ദി ഡിയോഡനൽ ലൂപ്പ് എൻക്ലോസസ് ദി ഹെഡ് ഓഫ് ദി പാൻക്രിയാസ്. സോ ഡിയോഡനം നമ്മുടെ L1, L2, L3 വെർട്ടിബ്രൽ ലെവലിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി പാർട്സ് ആൻഡ് റിലേഷൻ. ടോട്ടലി 25 സെൻറ്റിമീറ്റർ ലോങ് ആണ് ഡിയോഡിനം ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. ഒരു സുപ്പീരിയർ പാർട്ട്, ഡിസെൻഡിങ് പാർട്ട് അല്ലേ, ഡിസെൻഡിങ് ആൻഡ് തേർഡ് പാർട്ട്, അസെൻഡിങ് ഫോർത്ത് പാർട്ട്, ഹൊറിസോണ്ടൽ ആൻഡ് അസെൻഡിങ് പാർട്ട്. സോ സുപ്പീരിയർ പാർട്ട് ഫിഗർ കാണിച്ചേക്കണ പോലെ ഇറ്റ്സ് ജസ്റ്റ് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തത് ഡിസെൻഡിങ് ആണ്, താഴേക്ക് വരുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ഡിസെൻഡിങ് പാർട്ട്. ഇറ്റ്സ് അബൌട്ട് 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്. രണ്ടാമത്തത് ഹൊറിസോണ്ടൽ പാർട്ട്, തേർഡ് പാർട്ട് 10 സെൻറ്റിമീറ്റർ ആൻഡ് ഫോർത്ത് പാർട്ട് ഇറ്റ്സ് അസെൻഡിങ്, മേലേക്ക് പോവുകയാണ്. സോ എൻ്റെ ലെങ്ത് ഓർത്ത് വെച്ചാൽ ആദ്യത്തെ പാർട്ട് 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി എൻ്റെ കൂടെ 2.5 കൂട്ടുക, സോ 7.5. വീണ്ടും എൻ്റെ കൂടെ ഒരു 2.5 സെൻറ്റിമീറ്റർ കൂട്ടുക, സോ 10 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എത്ര വീതമാണ് കൂട്ടിയത്? 2.5. സോ 5, 7.5, 10 ആൻഡ് 2.5 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് പാർട്ടിൻ്റെ പേരാണ് superior part, that is 5 centimeter in length. So it begins at the pylorus. Stomachil നിന്ന് പൈലോറസിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. Passes upwards, backward and laterally to the right side of the vertebral column to reach the neck of the gallbladder, where it curves downward at the superior duodenal flexure to become continuous with the second part of the duodenum. അപ്പോൾ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ അപ്വേർഡായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഇതാണ് സുപ്പീരിയർ ഡിയോഡിനൽ ഫ്ലക്ചർ. അവിടെ നിന്നും സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇറ്റ് പാസസ് അപ്വേർഡ്, ബാക്ക്വേർഡ് ആൻഡ് ലാറ്ററൽ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ വെർട്ടബ്രൽ കോളം. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരു 6 ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ് ഡെവലപ്സ് ഫ്രം ദി ഫോർഗഡ്. അപ്പോൾ ഡിയോഡിനം എന്ന് പറയുമ്പോൾ 2 പാർട്ടാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. കുറച്ച് പാർട്ട് മിഡ്ഗഡിന്നും കുറച്ച് ഫോർഗഡിന്നും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഡെവലപ്പ് ഫ്രം ദി ഫോർഗഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൺലി പാർട്ട്ലി റിട്രോപെരിറ്റോണിയൽ. അതിൻ്റെ പകുതി പാർട്ട് റിട്രോപെരിറ്റോണിയലാണ്, പകുതി പുറത്താണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫ്രീലി മൊബൈൽ ആൻഡ് ഡിസ്റ്റൻസിബിൾ. കാരണം എന്താ? പകുതി പുറത്താണല്ലോ ഇരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ. നാലാമത്തത്, ഇറ്റ് ഹാസ് നോ സർക്കുലർ ഫോൾഡ്സ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ 2.5 സെൻറ്റിമീറ്റർ സീൻ ആസ് ദ ഡിയോഡനൽ ക്യാപ്പ് ഇൻ ദി ബേരിയ മീൽ റേഡിയോഗ്രാഫ്. അതായത് നമ്മുടെ ഈ ഡിയോഡനത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ നമ്മൾ നോക്കുമ്പോൾ ജനറലി ആയിട്ടൊരു പറയുന്നൊരു ഫീച്ചറാണ് സർക്കുലർ ഫോൾഡ് ഉള്ള കാര്യം. ഈ ഡിയോഡനത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ പകുതി പാർട്ടിലും ഈ സർക്കുലർ ഫോൾഡ് ഇല്ല. റിങ്സ് ഓഫ് സർക്കിൾ ഓഫ് കെല്ലിക്. സോ ഇതിൻ്റെ പകുതി പാർട്ടിലും അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബേരിയൻ മീൽ റേഡിയോഗ്രാഫ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ പാർട്ട്, ഈ ഡിയോഡിനത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിയോഡിനൽ ക്യാപ്പായിട്ട് ഫോം ചെയ്ത് അബ്നോർമാലിറ്റി അല്ല, അത് നോർമലാണ്. ഓക്കെ, അതില്ലാത്തതാണ് വേണമെങ്കിൽ അബ്നോർമാലിറ്റി എന്ന് പറയാൻ പറ്റുന്നത്. അതാണ് നാലാമത്തെ ഫീച്ചർ. അഞ്ചാമത്തത്, ഡിയോഡിനൽ അൾസർ വരാനുള്ള മേജർ സൈറ്റാണ് ഫസ്റ്റ് പാർട്ട് ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദി ബ്രാഞ്ചസ് ഓഫ് സീലിയർ ട്രങ്ക് ഓർ ആർട്ടറി. കാരണം എന്താണ്? അത് ഫോർഗട്ടിൽ നിന്നാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. സോ ഡെവലപ്പ് ഫ്രം ദ ഫോർഗട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സപ്ലൈ എന്താണ്? സീലിയർ ട്രങ്കിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഓൺലി റിട്രോപെരിറ്റോണിയൽ പാർട്ട്, പാർട്ട്ലി റിട്രോപെരിറ്റോണിയൽ പാർട്ട്. അതുകൊണ്ട് അത് ഫ്രീലി മൊബൈൽ ആൻഡ് ഡിസ്റ്റൻസിബിൾ ആണ്. സർക്കുലർ ഫോൾഡും ഇല്ല. ഇവിടെ ഇനീഷ്യൽ 2.5 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് നമുക്ക് ഡിയോഡിനൽ ക്യാപ്പിൻ്റെ ബേരിയം മീലുണ്ടാകാം ആൻഡ് മേജർ സൈറ്റ് ഓഫ് ഡിയോഡിനൽ അൾസർ. ഇതിൻ്റെ റിലേഷനാണ്. ഫിഗർ വരയ്ക്കാൻ പറ്റുന്നുള്ളൊരു വരയ്ക്കുക.
അപ്പോൾ ആൻറ്റീരിയർലി നോക്കുമ്പോൾ എന്തൊക്കെയാണുള്ളത്? ക്വാഡ്രേറ്റ് ലോബ് ഓഫ് ദി ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡറും ഉണ്ട്, ക്വാഡ്രേറ്റ് ലോബ് ഓഫ് ദി ലിവറും ഉണ്ട് അല്ലേ? ക്വാഡ്രേറ്റ് ലോബ് ഓഫ് ദി ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ ആണ് ആൻറ്റീരിയർലി നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് പോസ്റ്റീരിയർലി എന്താണ്? പോർട്ടൽ വെയിൻ, പോർട്ടൽ വെയിൻ ഉണ്ട്, ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി, ബൈൽ ഡക്റ്റ്. ഇത് മൂന്നുമാണ്. ഒരു വെയിൻ, ഒരു ആർട്ടറി, ഒരു ഡക്റ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് പോസ്റ്റീരിയർലി കാണുന്നത്. ആൻഡ് ആൻറ്റീരിയർലി ക്വാഡ്രേറ്റ് ലോബ് ഓഫ് ദി ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ. സുപ്പീരിയർലി എന്തൊക്കെയാണ് കാര്യം? ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പിപ്ലോയിക് ഫൊറാമൻ ബീങ് സെപ്പറേറ്റഡ് ഫ്രം ദ പോർട്ടൽ വെയിൻ ആൻഡ് ബൈൽ. എപ്പിപ്ലോയിക് ഫൊറാമൻ. ആൻഡ് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ടാണ്. എപ്പിപ്ലോയിക് ഫൊറാമൻ ഫിഗർ ആയിട്ട് ചോദിക്കാം. ഇൻഫീരിയർലി ഹെഡ് ആൻഡ് നെക്ക് ഓഫ് ദി പാൻക്രിയാസ്. കാരണം ആ സി ഷേപ്പ് ആണല്ലോ വരുന്നത്, സി ഷേപ്പ്. അപ്പോൾ സി ഷേപ്പിൻ്റെ ആ കോൺകേവ് ഏരിയയിലായിട്ടാണ് നമുക്ക് ഈ പാൻക്രിയാസ് കാണാൻ പറ്റുന്നത്. സോ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഹെഡ് ആൻഡ് നെക്ക് ഓഫ് പാൻക്രിയാസ് വിസിബിളാണ്. സോ നമ്മൾ പറഞ്ഞു ആൻറ്റീരിയർലി ക്വാഡ്രേറ്റ് ലോബ് ഓഫ് ദി ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ, പോസ്റ്റീരിയർലി ഒരു പോർട്ടൽ വെയിൻ, രണ്ടാമത്തത് ആർട്ടറി ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി, മൂന്നാമത്തത് ബൈൽ ഡക്റ്റ്, ആൻഡ് സുപ്പീരിയർലി വരുന്നത് എപ്പിപ്ലോയിക് ഫൊറാമൻ, ആൻഡ് ഇൻഫീരിയർലി വരുന്നത് ഹെഡ് ആൻഡ് നെക്ക് ഓഫ് ദി പാൻക്രിയാസ്. ഓക്കെ, ഈ രണ്ടാമത്തെ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്. സോ ഇറ്റ് ബിഗിൻസ് എവിടെ നിന്നായിരിക്കും? സുപ്പീരിയർ ഡിയോഡിനൽ ഫ്ലക്ഷൻ. Then passes downward in front of the medial part of the right kidney till the L3 level, and it curves towards the left to become continuous with the third part. അപ്പോൾ ഇത് എവിടെ തൊട്ട് എവിടം വരെയാണ്? സുപ്പീരിയർ ഡിയോഡിനൽ ഫ്ലക്ചർ തൊട്ട് ഇൻഫീരിയർ ഡിയോഡിനൽ ഫ്ലക്ചർ വരെയാണ് ഇതിൻ്റെ കോഴ്സ് പറയുന്നത്. ഓക്കെ, L3 ലെവലിൽ വെച്ചിട്ട് ഇത് തീരും. ആൻഡ് ബിക്കം കണ്ടിന്യൂസ് വിത്ത് ദ തേർഡ് പാർട്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരു 4 ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ്സ് അപ്പർ പാർട്ട് ഡെവലപ്പ് ഫ്രം ദി അപ്പർ ഹാഫ് ഡെവലപ്പ് ഫ്രം ദി ഫോർഗട്ട് ആൻഡ് ലോവർ പാർട്ട് ഫ്രം ദി മിഡ് കാം. ഇറ്റ് ലൈസ് ബിഹൈൻഡ് ദ ട്രാൻസ്വേഴ്സ് മീസോകോളൻ. ട്രാൻസ്വേഴ്സ് മീസോകോളിൻ്റെ പിറകിലായിട്ടാണ് ലൈ ചെയ്യുന്നത്. ആൻഡ് റിസീവ്സ് ബൈൽ ഡക്റ്റ്, ദ ചീഫ് ആൻഡ് ആക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റ്. ബൈൽ ഡക്റ്റും ആക്സസറി ആൻഡ് മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റും ഓപ്പൺ ചെയ്യുന്നത് ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡനത്തിലേക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഓൺലി പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ സപ്ലൈഡ് ബൈ ഡബിൾ റോസ് ഓഫ് വാസ റെക്ട അറൈസിങ് ഫ്രം ദ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. വാസ റെക്ട ഡബിൾ റോസ് ഓഫ് വാസ റെക്ട ഉള്ള ഒരേ ഒരു പാർട്ടാണ്. സോ ഈ നമ്മുടെ ഡിയോഡനം പാർഷ്യലി ഡെവലപ്ഡ് ഫ്രം മിഡ് ഗട്ട് ആൻഡ് പാർഷ്യലി ഫ്രം ദി ഫോർഗട്ടാന്ന് പറഞ്ഞു. സോ അതിൻ്റെ ഡിവിഷൻ വരുന്നത് ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡനത്തിൻ്റെ അവിടെ വെച്ചാണ്. അതുകൊണ്ടാണ് അപ്പർ ഹാഫ് ബൈ ഫ്രം ഫോർഗട്ടും ലോവർ ഹാഫ് ഫ്രം മിഡ് ഗട്ടും പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ റിലേഷൻ നോക്കാം. ആൻറ്റീരിയർലി ഉള്ളത് എന്തൊക്കെയാണ്? ഗോൾ ബ്ലാഡർ, നേരത്തെ പറഞ്ഞ പോലെ ഗോൾ ബ്ലാഡർ ഉണ്ട്. ദെൻ റൈറ്റ് ലോബ് ഓഫ് ദി ലിവർ, ട്രാൻസ്വേഴ്സ് കോളൻ, ട്രാൻസ്വേഴ്സ് മീസോ കോളൻ, കോയിൽസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ ഫിഗർ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് റിലേഷൻസ് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. സോ 5 ആൻറ്റീരിയർ റിലേഷനാണുള്ളത്. ഗോൾ ബ്ലാഡർ, റൈറ്റ് ലോബ് ഓഫ് ദി ലിവർ, ട്രാൻസ്വേഴ്സ് കോളൻ, ട്രാൻസ്വേഴ്സ് മീസോ കോളൻ, കോയിൽസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓർത്ത് വെച്ചിട്ട് ഗോൾ ബ്ലാഡർ അതെവിടുന്ന? അപ്പം ലിവർ, അപ്പം റൈറ്റ് ലോബ് ഓഫ് ദി ലിവർ. ഇനി അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വരുന്നത്? ട്രാൻസ്വേഴ്സ് കോളൻ ഉണ്ടാവും, കോളൻ്റെ കൂടെ മീസോ കോളൻ ഉണ്ടാവും, പിന്നെ മറ്റ് കോയിൽസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈനും വരും. ഓക്കെ, അത്രയാണ് ആൻറ്റീരിയർ പാർട്ട്. ഇനി പോസ്റ്റീരിയർ റിലേഷൻ എന്തൊക്കെയായിരിക്കും വരുന്നത്? ബാക്കിലായിട്ട് കിഡ്നി വരും. ഏത് സൈഡിലാണ് ഇപ്പോൾ പറയുന്നത്? റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് കിഡ്നിയും അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് റീനൽ വെസൽസും വരാം. അവിടെ തന്നെ വീനക്കാവയും വരാം, റൈറ്റ് സോയാസ് മേജർ മസിലും വരാം. സോ 4 റിലേഷൻ പോസ്റ്റീരിയർലി ആയി. ഇനി മീഡിയലി എന്തൊക്കെയാണ് കാണുന്നത്? ഈ ഒരു ഗ്യാപ്പിലായിരിക്കുമല്ലോ നമ്മുടെ പാൻക്രിയാസിൻ്റെ വരുന്നത്. അപ്പോൾ മീഡിയലി വരുന്നത് ഹെഡ് ഓഫ് ദ പാൻക്രിയാസ് ആയിരിക്കും. ആൻഡ് ലാറ്ററി
below upward ascending colon, right colic flexure and the right lobe of the liver. ഇത്രയായിരിക്കും ലാറ്ററലി വരുന്നത്. സോ ആൻറ്റീരിയർലി ഗോൾ ബ്ലാഡർ, അതിൻ്റെ കൂടെ റൈറ്റ് ലോബ് ഓഫ് ദി ലിവർ, പിന്നെ ട്രാൻസ്വേഴ്സ് കോളൻ, അതിൻ്റെ കൂടെ ട്രാൻസ്വേഴ്സ് മീസോ കോളനും കോയിൽസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈനും. പോസ്റ്റീരിയർ റിലേഷൻ എന്ന് പറയുമ്പോൾ ബാക്കിൽ എന്തായിട്ടായിരിക്കും കാണുന്നത്? കിഡ്നി. ഏത് കിഡ്നി? റൈറ്റ് കിഡ്നി. അപ്പോൾ അസോസിയേറ്റഡ് റൈറ്റ് റീനൽ വെസൽസും റൈറ്റ് എഡ്ജ് ഓഫ് ദി ഇൻഫീരിയർ വെന കാവയും പിന്നെ റൈറ്റ് സോയാസ് മേജർ. ഫുൾ റൈറ്റിൻ്റെ കളിയാണ്. മീഡിയലി അപ്പോൾ സി ഷേപ്പിൻ്റെ വരുന്നത് എന്താണ്? ഹെഡ് ഓഫ് ദി പാൻക്രിയാസ്. ലാറ്ററലി എന്താണ്? അസെൻഡിങ് കോളനും റൈറ്റ് കോളിക് ഫ്ലെക്ചറും റൈറ്റ് ലോബ് ഓഫ് ദി ലിവർ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് പാർട്ട്. ഇനി തേർഡ് പാർട്ടൊന്നുമില്ല, അത് എന്താണ്? ഹൊറിസോണ്ടൽ പാർട്ടാണ്. സോ ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. നമ്മുടെ L3 ലോവർ ബോർഡറിൽ കൂടെയാണ് അത് പോകുന്നത്. എന്നിട്ട് ഇൻഫീരിയർ വെന കാവയുടെ അവിടെ വെച്ചിട്ട് ക്രോസ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ബിക്കം കണ്ടിന്യൂസ് വിത്ത് ദ ഫോർത്ത് പാർട്ട്. ഇവിടെ ആൻറ്റീരിയർ റിലേഷൻ എന്തൊക്കെയാണ് വരുന്നത്? സുപ്പീരിയർ മിസെൻട്രിക് വെസൽസ്. ഓക്കെ, അത് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ സുപ്പീരിയർ മിസെൻട്രിക് വെസൽസ് ഇങ്ങനെ മേലേക്ക് കയറി പോവുകയാണ്. അത് വരാം. ആൻഡ് കോയിൽസ് ഓഫ് ദി ജെജിനം. കോയിൽസ് ഓഫ് ദി ജെജിനം. സുപ്പീരിയർ മിസെൻട്രിക് വെസൽസ്, കോയിൽസ് ഓഫ് ദി ജെജിനം, റൂട്ട് ഓഫ് മിസെൻട്രി വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് മൂന്നുമാണ് നമ്മുടെ ആൻറ്റീരിയർ റിലേഷൻ. ഇനി പോസ്റ്റീരിയർ റിലേഷൻ റൈറ്റ് സോയാസ് മേജർ. അവിടെ നമ്മൾ മെയിൽ സെക്കൻഡ് പാർട്ടിൽ അത് വെച്ചിട്ടല്ലേ അവസാനിപ്പിച്ചത്. അപ്പോൾ റൈറ്റ് സോയാസ് മേജർ. പിന്നെ കിഡ്നി കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് യൂറേറ്റർ കാണാം അല്ലേ? പിന്നെ ഇൻഫീരിയർ വെന കാവയുടെ ബാക്കി കാണാം, അബ്ഡോമിനൽ അയോർട്ടയുടെ ബാക്കി കാണാം, റൈറ്റ് ഗോഡാൻഡൽ വെസൽസ്. ഇത്രയാണ്. റൈറ്റ് സോയാസ് മേജർ, റൈറ്റ് യൂറേറ്റർ, റൈറ്റ് ഗോഡാൻഡൽ വെസൽസ്, ഇൻഫീരിയർ വെന കാവയുടെ അബ്ഡോമിനൽ അയോർട്ട. ഇനി സുപ്പീരിയർലി എന്തായിരിക്കും കാണുന്നത്? ഹെഡ് ഓഫ് ദി പാൻക്രിയാസും വിത്ത് അൺസിനേറ്റ് പ്രോസസ്സ്. കാരണം ഹൊറിസോണൽ പാർട്ട് വന്നു, അപ്പോൾ ഹെഡ് മാത്രമല്ല കുറച്ച് ബോഡിയുടെ കുറച്ച് പാർട്ട് വരും. ദാറ്റ് ഈസ് അൺസിനേറ്റ് പ്രോസസ്സ്. ആൻഡ് ഇൻഫീരിയർലി എന്താ വരുന്നത്? കോയിൽസ് ഓഫ് ദി ജെജിനം. അപ്പോൾ ആൻറ്റീരിയർലി റൂട്ട് ഓഫ് ദ മിസെൻട്രി, superior mesenteric vessels and coils of the jejunum. Posteriorly വരുന്നത് സോയാസ് മേജർ, റൈറ്റ് യൂറേറ്റർ, ഇൻഫീരിയർ വെന കാവ, അബ്ഡോമിനൽ അയോർട്ട, റൈറ്റ് ഗൊനാഡൽ വെസൽസ്. സുപ്പീരിയർലി ഹെഡ് ഓഫ് ദി പാൻക്രിയാസ് വിത്ത് അൺസിനേറ്റഡ് പ്രോസസ് ആൻഡ് ഇൻഫീരിയർലി കോയിൽസ് ഓഫ് ദി ജെജുനം. ആൻഡ് ഫോർത്ത് പാർട്ട്, it runs upward or immediately to the left of the abdominal aorta from the end of the third part to the upper border of the L2 vertebrum. അതായത് നമ്മൾ അസെൻഡിങ് പാർട്ട് ഹൊറിസോണ്ടൽ പാർട്ട് കഴിഞ്ഞിട്ട് അതെവിടെയാണ് നിൽക്കുന്നത്? ലോവർ ബോർഡർ ഓഫ് ദി L3 വെർട്ടിബ്ര അല്ലേ? അവിടെ നിന്നും നമ്മൾ അപ്പർ ബോർഡർ ഓഫ് ദി L2 വെർട്ടിബ്ര വരെ പോകുന്നതാണ് അസെൻഡിങ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് അത് ജെജിനുമായിട്ട് കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ റിലേഷൻ പറയുന്നത് ആൻറ്റീരിയർലി ട്രാൻസ്വേഴ്സ് കോളനും ട്രാൻസ്വേഴ്സ് മീസോ കോളനുമാണ് പറയുന്നത്. ട്രാൻസ്വേഴ്സ് കോളനും ട്രാൻസ്വേഴ്സ് മീസോ കോളനും. ദെൻ പോസ്റ്റീരിയറി വരുന്നത് ലെഫ്റ്റ് സോയാസ് മേജർ, ലെഫ്റ്റ് സിമ്പത്തറ്റിക് ചെയിൻ, ലെഫ്റ്റ് കൊണാഡൽ വെസൽസ് ആൻഡ് ഇൻഫീരിയർ മിസെൻട്രിക് വെയിൻ. സുപ്പീരിയർലി വരുന്നത് ബോഡി ഓഫ് ദി പാൻക്രിയാസ്, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് കിഡ്നിയും ലെഫ്റ്റ് യൂറേറ്ററും, റൈറ്റിൽ അപ്പർ പാർട്ട് ഓഫ് ദി റൂട്ട് ഓഫ് ദി മിസെൻട്രി ആണ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫോർത്ത് പാർട്ട്. ഇനി ഇൻറ്റീരിയർ ഓഫ് ദി ഡിയോഡനം, കുറച്ച് ഫീച്ചേഴ്സ് അത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് മെയിനായിട്ടും പറഞ്ഞത് ഡിയോഡനത്തിൻ്റെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 പാർട്ടാണ്. അതിൽ 1ഉം 2ഉമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, പടം ഏത് പഠിച്ചില്ലെങ്കിലും സെക്കൻഡ് പാർട്ടിൻ്റെ ഫിഗറും ഫസ്റ്റ് പാർട്ടിൻ്റെ ഫിഗറും പഠിക്കാൻ നോക്കുക. സോ ഇൻറ്റീരിയർ ഓഫ് ദി ഡിയോഡനം. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഉള്ള ഒരു മേജർ ഫീച്ചറാണ് വാൽസ് ഓഫ് കെറിക്രീം. നേരത്തെ പറഞ്ഞ പോലെ സർക്കുലർ ഫോൾഡാണ്. അത് നമ്മുടെ ഡിയോഡനത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ 2.5 സെൻറ്റിമീറ്ററിലും ഇല്ല, ബാക്കി 2.5 സെൻറ്റിമീറ്ററിലേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഡിയോഡനൽ ക്യാപ്പ് നമുക്ക് ബീരിയം മിഡിൽ കാണാൻ പറ്റുന്നത്. സോ അതാണ് ഒരു ഫീച്ചർ. ഇതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് തുടങ്ങുന്നത്. ആൻഡ് ബിക്കം ലാർജ് ആൻഡ് ക്ലോസ്ലി സെറ്റ് ബിലോ ദി ലെവൽ ഓഫ് ദി മേജർ ഡിയോഡനൽ പാപ്പിലേ. ഇനി ഒരു 4 ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ, മേജർ ഡിയോഡനൽ പാപ്പിലേ.
It is a well-marked conical projection on the posteromedial wall and situated 8 to 10 cm distal to the pylorus. On its summit opens the common hepatopancreatic duct. അതായത് മേജർ ഡിയോഡിനൽ പാപ്പിലുണ്ട്, മൈനർ ഡിയോഡിനൽ പാപ്പിലുണ്ട്. നമ്മുടെ പൈലോറസിൽ നിന്നും ഏകദേശം 8 to 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റലായിട്ട് വരുമ്പോൾ ഉള്ള ഒരു കോണിക്കൽ പ്രൊജക്ഷനാണ് ഈ മേജർ ഡിയോഡിനൽ പാപ്പിലെ. അവിടെ എന്താണ് അതിൻ്റെ ഫീച്ചർ? ഹിയർ ഇറ്റ്സ് ഓപ്പൺസ് ദ കോമൺ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. അതായത് ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന കോമൺ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണ് ഈ മേജർ ഡിയോഡിനൽ പാപ്പിലെ. ഓക്കെ, രണ്ടാമത്തത് മൈനർ ഡിയോഡിനൽ പാപ്പിലെ. ഇറ്റ് ഈസ് ഓൾസോ എ സ്മോൾ കോണിക്കൽ പ്രൊജക്ഷൻ സിറ്റുവേറ്റഡ് 2 cm പ്രോക്സിമൽ ടു ദി മേജർ ഡിയോഡിനൽ പാപ്പിലെ. ആക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. സോ നമ്മുടെ മേജർ ഡിയോഡിനൽ പാപ്പിലയുടെ 2 cm താഴെയായിട്ടാണ് മൈനർ ഡിയോഡിനൽ പാപ്പില കാണുന്നത്. ഇത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് പ്രോബബിളി കാണുന്നത് സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനത്തിലാണ്. ഓക്കെ, രണ്ടാമത്തത് ആർച്ച് ഓഫ് പ്ലിക്ക സെമിലൂണാരിസ്. പ്ലിക്ക സെമിലൂണാരിസ് ഫോംസ് ആൻ ആർച്ച് എബോവ് ദി മേജർ ഡിയോഡിനൽ പാപ്പില ലൈക്ക് എ ഹൂൾ. അതായത് ഈ മേജർ ഡിയോഡിനൽ പാപ്പിലയുടെ മുകളിലായിട്ടൊരു ആർച്ച് പോലെ ഉള്ളതാണ് പ്ലിക്ക സെമിലൂണാരിസ്. പ്ലിക്ക ലോഞ്ചിറ്റ്യൂഡിനാലിസ്, ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ടോർച്ചറസ് ഫോൾഡ് ഓഫ് ദി മ്യൂക്കസ് മെമ്പറൈൻ എക്സ്റ്റെൻഡിങ് ഡൗൺവേർഡ് ഫ്രം ദി മേജർ ഡിയോഡിനൽ പാപ്പില. അപ്പോൾ ഈ 4 ഫീച്ചർ: മേജർ ഡിയോഡിനൽ പാപ്പിലെ, മൈനർ ഡിയോഡിനൽ പാപ്പിലെ, ആർച്ച് ഓഫ് പ്ലിക്ക സെമിലൂണാരിസ് ആൻഡ് പ്ലിക്ക ലോഞ്ചിറ്റ്യൂഡിനാലിസ്, പിന്നെ വാൽസ് ഓഫ് കെർക്രി. ഓക്കെ, ഇനി ബ്ലഡ് സപ്ലൈ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഡിയോഡിനത്തിന് 2 ഒറിജിൻ ഉള്ളത് കൊണ്ട്, ഫോർഗഡിൽ നിന്നും മിഡ്ഗഡിൽ നിന്നും ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് 2 ടൈപ്പ് ബ്ലഡ് സപ്ലൈ ആണുള്ളത്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു സീലിയാക് ട്രങ്കി എന്നാണ്, രണ്ടാമത്തത് സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറി എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ആർട്ടറി ഓഫ് മിഡ്ഗഡ്. അപ്പോൾ ഒന്നാമത്തതാണ് സുപ്പീരിയർ പാൻക്രിയാറ്റിക്കോ ഡിയോഡിനൽ ആർട്ടറി. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി, എ ബ്രാഞ്ച് ഓഫ് ദി ഹെപ്പാറ്റിക് ആർട്ടറി ഫ്രം ദി സീലിയാക് ട്രങ്ക്. രണ്ടാമത്തത് ഇൻഫീരിയർ പാൻക്രിയാറ്റിക്കോ ഡിയോഡിനൽ ആർട്ടറി. സോ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാൻക്രിയാറ്റിക്കോ ഡിയോഡിനൽ ആർട്ടറി ഇത് സുപ്പീരിയർ മീസെൻട്രിക് ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ്. സോ ഇത് രണ്ടും വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാൻക്രിയാറ്റിക്കോ ഡിയോഡിനൽ ആർട്ടറി, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ബ്രാഞ്ചസ്. അപ്പോൾ 4 എണ്ണമായേ. ഇനി ഈ ഓരോന്ന് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാൻക്രിയാറ്റിക്കോ ഡിയോഡിനൽ ആർട്ടറിയുടെ ആൻറ്റീരിയർ ബ്രാഞ്ചസ് തമ്മിൽ അനാസ്റ്റമോസിയും പോസ്റ്റീരിയർ ബ്രാഞ്ചസ് തമ്മിൽ അനാസ്റ്റമോസിയും. അങ്ങനെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പാൻക്രിയാറ്റിക്കോ ഡിയോഡിനൽ ആർട്ടീരിയൽ ആർക്കേഡ്സ് ആവും. അങ്ങനെ ഇത് ഓരോ റോസ് ഓഫ് വാസ റെക്റ്റ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഡിയോഡിനത്തിലെ 2 റോസ് ഓഫ് വാസ റെക്റ്റ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ബിറ്റ്വീൻ 2 റോസ് ഓഫ് വാസ റെക്റ്റ ലൈസ് ദി ഹെഡ് ഓഫ് ദി പാൻക്രിയാസ്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ്, മൊത്തത്തിൽ 7 എണ്ണാണുള്ളത്. മൂന്നാമത്തത് സൂപ്രാ ഡിയോഡിനൽ ആർട്ടറി ഓഫ് വിൽക്കി. യൂഷ്വലി ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ദ ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി. ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദി സീലിയാക് ട്രങ്ക്, സപ്ലൈസ് ദ ആൻട്രോ സുപ്പീരിയർ ആൻഡ് പോസ്റ്ററോ സുപ്പീരിയർ. അപ്പോൾ സീലിയാക് ട്രങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോർഗഡിൻ്റെ പാർട്ടാണല്ലോ. അപ്പോൾ ഫോർഗഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനം, സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ സുപ്പീരിയർ റീജിയനിലായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ സുപ്പീരിയർ ഡിയോഡിനത്തിൻ്റെ, അതായത് ഡിയോഡിനത്തിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ ആൻറ്റീരിയറിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിലായിരിക്കും സൂപ്രാ ഡിയോഡിനോ ആർട്ടറി ഓഫ് വിൽക്കി ഉള്ളത്. നാലാമത്തത് റിട്രോ ഡിയോഡിനൽ ബ്രാഞ്ചസ് ഓഫ് ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി. 5th one, leash of branches of hepatic artery. 6th, branches from right gastroepiploic artery. And the last one, first jejunal branch of superior mesenteric artery. Okay. In a venous drainage, arterial lymphatic drainage, nervous supply. Venous drainage corresponded to these arteries and they drain into splenic, superior mesenteric and portal veins. Lymphatic drainage, nervous supply വായിക്കാൻ. Sympathetic nerves of duodenum derived from the T6 to T9 segment of the spinal cord, and parasympathetic nerves from both the vagi through the celiac trunk and
superior mesenteric plexus. Okay, hope it's clear. Second part of duodenum, first part of duodenum പഠിക്കാൻ മറക്കരുത്. Okay, thank you.